ശ്രീമതി ഹരിപ്രിയ, ഈ ടാക്സ് ബെനിഫിറ്റ് അടക്കമുള്ള ചില വിഷയങ്ങൾ ഇടത്തരക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ഈ പറഞ്ഞ് വരുന്ന വിഷയം അതാണ്. കൂടുതൽ വർക്കിംഗ് ക്ലാസ് ഉള്ള ഒരു മേഖലയും ഒരു സംസ്ഥാനവും കൂടിയായതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടാക്സ് ഡിവിഷൻ ഏത് രീതിയിലാണ് എന്നുള്ളത് ഉറ്റുനോക്കേണ്ട ഒരു വിഷയം. അതിൽ കൂടുതൽ പ്ലാനിങ്ങോടുകൂടി, കൂടുതൽ അച്ചടക്കത്തോടുകൂടി ഈ വിഷയങ്ങൾ ഡീൽ ചെയ്യൂ എന്നുള്ളൊരു സന്ദേശം കേന്ദ്ര ധനമന്ത്രി ഇതിനകത്ത് തരുന്നുണ്ട്. അതല്ലാതെ ആ സ്കീം കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനകരപ്രദമാകുന്നു, പ്രത്യേകിച്ച് ആ പുതിയ നികുതി ഘടന എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ? പുതുക്കിയ നികുതി ഘടനയെക്കുറിച്ചുള്ള പുതുതായിട്ട് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ കഴിയില്ല. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. പക്ഷേ ഇതിൽ യഥാർത്ഥത്തിൽ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഒരു ATCയും ATDയിലും അവർ വലിയ രീതിയിൽ ഇടപെടുന്നവരാണ്. കാരണം ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് വലിയ ആശങ്കയോട് കാണുന്ന ഒരു വിഭാഗമാണ് സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ. യഥാർത്ഥത്തിൽ ATCക്കും ATDക്കും പ്രാധാന്യം ഇല്ലാതെ വരുന്നതോടുകൂടെ ഈ പറയുന്ന ജീവനക്കാരായിരുന്നവരുടെ ഒക്കെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് യഥാർത്ഥത്തിൽ നിത്യച്ചെലവ് കഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണിത്. ആ മേഖല ഇല്ലാതായി പോവുകയാണ്. നേരത്തെ മുൻപ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ യഥാർത്ഥത്തിൽ വരുമാനം എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ അത് പ്ലാൻ ചെയ്യാം, അതെങ്ങനെ ലോങ് ടേമിലേക്ക് ഉപയോഗിക്കാൻ കഴിയും, കുട്ടികളുടെ പഠിത്തം, എഡ്യൂക്കേഷൻ സെസ് ഉൾപ്പെടെയുള്ളവ ഇതിലേക്ക് പെടുന്നതാണ്. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്ന് സാധാരണക്കാരൻ ചിന്തിച്ച് കണക്കുകൂട്ടിയാണ് ഓരോ മാസവും മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ അവസ്ഥയെ ഇവിടെ മൊത്തത്തിൽ തകിടം മറിക്കുകയാണ്. അത്തരമൊരു പ്ലാനിംഗ് നടത്താൻ കഴിയാത്ത നിലയിലേക്ക് തന്റെ വരുമാനം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ താൻ വിനിയോഗിച്ചിരുന്ന മേഖലകളിൽ നിന്നൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഇനിയും ഒരു പുതിയ പ്ലാനിംഗ് സിസ്റ്റം, അത് ഒരുപക്ഷെ ടാക്സ് എക്സംഷൻ ആവശ്യമുള്ളവർക്ക് എങ്ങനെ പോകാം എന്നുള്ളതിനെ കുറിച്ച് ഇനിയും വിശദമായ പഠനങ്ങൾ നടത്തേണ്ടി വരുമെന്നാണ് ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് വന്നിട്ടേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഈ ടാക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ നമ്മുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത്, ഈ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് കേവലം 1% ആളുകളിലാണ് ഇവിടുത്തെ മുഴുവൻ കുത്തക വ്യവസായങ്ങളും കുത്തക മുതലാളിമാരായിട്ട് കേവലം 1% പേര് നിൽക്കുന്ന അവസ്ഥയാണ്. അവരുടെ കയ്യിലാണ് ഇന്ത്യയിലെ 28% ഫണ്ട് അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇന്ത്യയുടെ നിലവിലെ അവസ്ഥ. പക്ഷേ അവരുടെ ടാക്സ് എക്സംപ്റ്റ് ചെയ്യാൻ വേണ്ടി, അവരുടെ ടാക്സിന് ഇളവ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു വലിയ തുക നമ്മൾ വിലയിരുത്തിയിരുന്നു. ആ തുക ഇന്ത്യയിലെ സാധാരണക്കാരുടെ സാമൂഹ്യക്ഷേമം ഉൾപ്പെടെയുള്ള അവരുടെ മറ്റ് ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള അവർക്ക് വേണ്ടി നീക്കിവെച്ചിരുന്ന പെൻഷൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ കേവലം 0.3% മാത്രം വരുന്ന നിലയിലേക്ക് അത്രയേറെ വലിയ വ്യത്യാസം ഈ രണ്ട് മേഖലയും തമ്മിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ടാക്സ് കളക്ട് ചെയ്യുന്നത് കൃത്യതയോടുകൂടെ എല്ലാ മേഖലയിലും പെടുന്നവർക്ക്, അത് ഉന്നത കുത്തക മുതലാളിമാരാണെങ്കിലും സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഏത് നിലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും കൃത്യമായ ടാക്സ് പിരിവ് നടത്തുകയും ആ കളക്ഷൻ യഥാർത്ഥ നിലയിൽ സമൂഹത്തിന്റെ വികസനത്തിന് വേണ്ടി പൊതു ഇടങ്ങളിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഒരു പാൻഡമിക് പീരീഡിന് ശേഷമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ അതിന്റെ യഥാർത്ഥ വിനിയോഗം നടത്തുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇനിയുള്ള കാലത്ത് പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ലാതെ ഇതുപോലെയുള്ള കുത്തകകൾക്ക് എക്സംഷൻ കൊടുത്തുകൊണ്ട് ജീവനക്കാരുടെയും അത് നിത്യമായി മാർക്കറ്റിലേക്ക് കൺസ്യൂമേഴ്സായി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങളെ ഇതുപോലെ ടാക്സിന്റെ പേരിൽ പിഴിഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു ശ്രമം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ പ്രത്യാഘാതമായിരിക്കും ഉണ്ടാക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്, ഈ ടാക്സ് പേ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും ജീവനക്കാരിൽ ഇനിയൊരു പേ റിവിഷൻ വരുമ്പോൾ, നെക്സ്റ്റ് പേ റിവിഷൻ വരുന്ന സമയത്ത് ഈ സ്ലാബിൽ നിന്നെല്ലാം എല്ലാവരും പുറത്തു പോകും. ഈ നിലവിലെ ജീവനക്കാർ ഇതിന്റെ പുറത്തേക്ക് വരാൻ അടുത്ത പേ റിവിഷനിൽ ഒരു പക്ഷെ പുറത്തു പോകുന്നവരായിരിക്കും ഇവരൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ലാബ് നിശ്ചയിച്ചത് കൊണ്ട് അടുത്ത പേ റിവിഷന്റെ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇത്തരത്തിലൊരു സ്ലാബ് നിശ്ചയിച്ചത് യഥാർത്ഥത്തിൽ മിഡിൽ ക്ലാസിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഇലക്ഷന്റെ തൊട്ട് മുമ്പുള്ള ഒരു വിദ്യ എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നും ഇതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയില്ല. ഈ സ്ലാബ് കൊണ്ട് ഏതെങ്കിലും ജീവനക്കാർക്ക് പ്രത്യേകമായ ഗുണമോ സൗകര്യമോ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ആ തരത്തിലാണ്. പ്രത്യേകിച്ച് 80C-യും 80D-യും ഒക്കെ എടുത്തു കളയുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സിൽപ്പെട്ടവർക്ക് ഇതിന്റെ ഗുണഫലം അനുഭവിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. തീർച്ചയായും ശ്രദ്ധേയമായ വിലയിരുത്തലുകൾ. തിരികെ എത്താം